പെണ്ണിന് എന്നാത്തിന്റെ ഇച്ചായ വന്നു. സോളമൻ ഇച്ചായ. എന്നാലും എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ വന്നല്ലോ. എന്റെ മോൻ ക്ഷമിക്കണം. മഹാഭാവിയായ ഈ അപ്പനോട് കഴിഞ്ഞതൊക്കെ മറക്കണം. ഇവർക്ക് ഇനി നീയേ ഉള്ളൂ. അപ്പൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. നിന്റെ പെങ്ങന്മാരായവര് എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം 18 കഴിഞ്ഞു. അതിന് മുൻപോ പിൻപോ എനിക്കൊരപ്പനുണ്ടായിരുന്നില്ല. ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനൊരു പുതിയ ബന്ധം എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ സോളമൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ കൈ കൊണ്ടൊരു കപ്പ് കാപ്പി കുടിച്ചിട്ട്. വേണ്ട. കുറച്ചു നാളായി സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സാറിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര ആയുള്ളെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധവും പരിചയമോ ഒക്കെ ഉള്ള പോലെ. അതുകൊണ്ടാ. താൻ വളച്ചു കെട്ടാത്ത കാര്യം എന്നാന്ന് പറയടോ പോലോച്ച. അല്ല, ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്. ഈ ചാരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി. എവിടെങ്കിലും ഒന്ന് കുറ്റിയടിക്കണ്ടേ? സാറൊന്ന് മൂളി കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഈ ബൗലോസേറ്റ് നല്ല പയറ് പോലുള്ള പെൺപിള്ളേരുണ്ട്. അത് നല്ല ഒന്നാം തരം ഫാമിലിയിലുള്ളത്. എന്നതാ വേണ്ടതെന്ന് വെച്ചാ സാറ് പറ. ചെലവാകാതെ കിടക്കുന്ന വല്ല പെൺപിള്ളേരും ഉണ്ടോ പോലോച്ച തന്റെ കുടുംബത്തില്? താനീ പറയുന്ന പയറ് പോലത്തെ പെൺപിള്ളേരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട്. കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ. അതിനെന്നാത്തിന് അവരുടെ അടുത്ത് കുറ്റിയടിക്കുന്നത്? എങ്ങോട്ടാടി മറിയാമേ? ഒരു വലിയ കോളത്തെ ലക്ഷണമുണ്ടല്ലോ. ഓ, എന്തോന്ന് കോള് സാറേ. സീസണൊക്കെ മഹാമോശല്ലയോ? കാര്യം സാറ് നമ്മുടെ സ്വന്തം ആളാന്ന് പറഞ്ഞാലും ആരെയും വിശ്വസിക്കണ്ടായോ? മൂർഖനാന്നാ എല്ലാവരും പറയണേ. സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ, ഇല്ലയോ? മതി മതി, സോപ്പിട്ട് നീ ഇല്ലാതാക്കി കളയല്ലേടി. നീ ചെല്ല്. ലോക്കലാന്നോ പുറത്താന്നോ? ഇവിടെ തന്നെയാ സാറേ ലോക്കല്. പിള്ളേരാ സാറേ. നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചൻ സാറ്, അങ്ങേരുടെ അനിയനും ടീമോ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് പഠിക്കുന്ന. അത് നല്ലതാ. പിള്ളേര് പഠിച്ച് വളരട്ടെ. എവിടെയാടി ക്യാമ്പ്? നമ്മുടെ 5 പുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ, അവിടാ. ദേ സാറേ, ആ വഴിക്കൊന്നും വന്നേക്കല്ലേ. പിള്ളേര് അത്രയ്ക്ക് രഹസ്യമായി വെച്ചേക്കുന്നതാ. ഓ, എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നടി മറിയാമേ. തൽക്കാലം നീ 5 പുരക്കിലോട്ട് ചെല്ല്. അവിടെ പിള്ളേർ അടുപ്പത്ത് വെച്ച വെള്ളം ഇപ്പൊ തിളച്ച് മറിഞ്ഞാണ്. വരട്ടോ പൗലോ സാറേ? വരണ്ട, പോയച്ചാ മതി. ചേടാ, ഇവനിത് എന്നാ പണിയായി കാണിക്കുന്നേ? മണിക്കൂർ 1 ആയില്ല അകത്ത് കയറിയിട്ട്. പാവം 2 ആഴ്ചയല്ലേ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട്. അതിന്റെ ഒരു ക്ഷീണം കാണും. ഓ, ഇയാള് പറയുന്ന കേട്ടാ തോന്നും ബാക്കിയുള്ളവരോട് ദിവസവും. എടാ, അതുകൊണ്ടല്ല. ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിൽ എത്തിയാൽ മതി. ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട.
എന്നതാടാ തോട്ടത്തിനകത്ത് പണി? ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിങ്ങും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില്? അകത്താരാടാ? ഡെന്നീസാ. ഏത് ഡെന്നിസ്? അത് നമ്മുടെ ഉമ്മച്ചായന്റെ അനിയൻ. ഓ, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ. അകത്ത് പഠനം വല്ലതും നടക്കുവാന്നോ? എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും? മര്യാദയ്ക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ. അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം. എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ. ഡെന്നീസേ, ഡെന്നീസേ വാതിൽ ഓർക്ക. എടാ വാതിൽ ഓർക്ക്. സാറൊന്ന് പുറത്തോട്ടിറങ്ങണം. നന്നായിട്ടൊന്ന് കാണട്ടെ. പോട്ടെ സാറേ, പിള്ളേരല്ലയോ. എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഇനി സാറിന്റെ കാര്യം. പൗലോച്ചാ, എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കോ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. സോളമൻ സാറുണ്ടോ? പൗലോച്ചാ, മണി ഇപ്പൊ 5:30 കോടതി പിരിഞ്ഞു കാണും. ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ. പക്ഷേ ഈ ഉമ്മച്ചന്റെ അനിയനെ പോലീസ് ജീപ്പി കയറ്റി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ ഉമ്മച്ചൻ എത്തിയല്ലോ. എന്നാ പിന്നെ ഉമ്മച്ചനൊരു കാര്യം ചെയ്യും. ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജീപ്പി പോയിക്കോളാം. താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയേച്ചാ മതി. അറിയാലോ, മജിസ്ട്രേറ്റ് നമ്മുടെ പപ്പനോ നമ്പീഷൻ. പറത്തി വിട്ടേക്കല്ലേ ഉമ്മച്ച, എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാ. സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് ഏതാണ്ട് ഉറപ്പായതാ. ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായിപ്പോയാ സഹായിക്കണം. നമുക്കകത്തിരുന്ന് സംസാരിക്കാം. താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട. സാർ പറ, ഞാൻ എന്ത് ചെയ്യണം? സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോവാം. പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ചൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊന്നും. ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച? തോളയിൽ ഒരു സ്റ്റാർ അധികം കയറിയിട്ട് ഇപ്പൊ ആർക്കാ ഗുണം? പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ? തനിക്ക് കേസ് ഒഴിവാക്കണോ പറ. പക്ഷെ അതിന് ഇതൊന്നും പോരാ. എടോ, ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം. സംഗതി അഴിമതി തന്നെ. ഉമ്മച്ചന്റെ മാനത്തിന് ഞാനിടുന്ന ഒരു വിലയാന്ന് വെച്ചോ, 5 ലക്ഷം രൂപ കിട്ടണം. സോളമൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ MLA, ഒത്ത ഒരു മന്ത്രിയും. ഇന്ന് എന്നെ ഒന്ന് സഹായിച്ചാ അതിന്റെ ഗുണം സാറിന് അന്ന് കിട്ടും. കളവും മച്ച, അത് താൻ MLA മന്ത്രിയൊക്കെ ആയിട്ടല്ലേ. മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഉമ്മച്ച. താൻ കാശപ്പ് എത്തിക്കുന്നു പറ. അപ്പൊ കാശ് കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ലെന്ന് സാർ തീരുമാനിച്ചു. അതവൻ 5 പരക്കിലെ റബ്ബർ തോട്ടത്തിലുണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ. ശരി, കാശ് ഇന്ന് ഞാൻ കൊണ്ടുതരും. മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ. പക്ഷേ 5 എന്നുള്ളൊന്ന് കുറയ്ക്കണം. ഒരു 3 ലക്ഷം ഞാൻ തരും. 3 ലക്ഷം മതി. കാശ് താൻ കോട്ടത്തിലെത്തിക്കേ, ഞാൻ അവിടെ കാണാം. വാ. ഉമ്മച്ചൻ ഇരിക്ക്. ഒരെണ്ണം ഒഴിക്കട്ടോ ഉമ്മച്ചന്? വേണ്ട. അതെന്നാടോ, താൻ കഴിക്കത്തില്ലയോ? അതുകൊണ്ടല്ല, ഇപ്പൊ വേണ്ട. തനിക്ക് എന്നതാ ഒരു പരവേശം? ഓഹോ, ആദ്യമായിട്ട് ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരിക്കും. കൊടുത്തും പഠിക്കണം ഉമ്മച്ച. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്, അത്രേ ഉള്ളൂ. താൻ കഴിക്ക്. കഴിക്കടോ.
താനിത്തിരി ടെൻഷനില്ല. ആ അത് കള, കാര്യങ്ങൾ കേൾക്കട്ടെ. ക്യാഷ് ഇതിലുണ്ട്. ടെന്നീസിനെയും പിള്ളേരെ എപ്പോൾ വിടുന്നു പറ. അതിനിവിടുന്ന് ഒരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. കാശേ എണ്ണി നോക്കാം, എന്നിട്ട് വിട്ടാ മതി. കള്ളനോട്ടൊന്നും അല്ലല്ലോ ഉമ്മച്ചാ. കടുവായെ കിടുവ പിടിച്ചെന്ന് നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. വിജിലൻസുകാരെപ്പോ എത്തുമെന്ന ഉമ്മച്ചാ പറഞ്ഞേക്കുന്നേ? വിജിലൻസ് ഏത്? സോളമൻ, എന്താണ് ഇത്? കാർത്തികൻ സാറേ, മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമ്മതിക്കല. ഇവന്റെ അനിയനൊരു പോക്കൃത്തരം ചെയ്യുന്ന ഞാൻ പിടിച്ച് അകത്താക്കിയതാ. എന്നിട്ടിപ്പോ കൈക്കൂലിയും കൊണ്ട് വന്നിരിക്കുന്നു റാസ്കൽ. ഇവനൊക്കെ കാല് നീട്ടിക്കൊടുത്താൽ നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. എന്ന് വെച്ച് കാക്കിയിട്ടിരിക്കുന്നവരെല്ലാരും ഇത്രക്കാരാണെന്ന് വിചാരിക്കുന്നത് നിന്നൊക്കെ ഉണ്ടല്ലോ. ആ പോലത്തെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. താൻ ഉടനെ ജീപ്പ് എടുത്ത് ക്വാർട്ടേഴ്സിലേക്ക് വാ. ദേ, എനിക്ക് ഉമ്മച്ചനോട് വിരോധമൊന്നുമില്ല. ഉമ്മച്ചൻ എന്നോടും ഉണ്ടാവരുത്. ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ നാളെ ഒന്നുകൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉമ്മച്ചൻ ചെല്ല്. പോടാ.
ആ എന്നാടോ താൻ വേറെ ആരും വിളിക്കണ്ട, ഞാൻ എന്താ വരുന്നു. ആ സാറ് പോയതിന്റെ പുറകെ ഞാനും മരിച്ച് താഴെ കിടത്തിയായിരുന്നു. അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ. നോക്കിയപ്പോൾ ശ്വാസമില്ല. അതാ ഞാൻ ഉടനെ സാറിനെ വിളിച്ച്. ചാണ്ടിക്കുഞ്ഞെ സാർ, സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തൂങ്ങാൻ നോക്കണം, മനസ്സിലായോ? എടോ, ഈ ചെറുക്കനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഈ രാത്രി താൻ അവനെ കണ്ടിട്ടുമില്ല. എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നമ്മൾ അവനെ അന്വേഷിക്കുന്നു. അവൻ ഒളിവിൽ. അത്രേ ഉള്ളൂ. ബോഡി നമ്മൾ എന്ത് ചെയ്യും സാർ? വഴിയുണ്ടോ? താൻ എന്റെ കൂടെ നിന്നാ മതി. നമ്മൾ രണ്ടാളും അല്ലാതെ ലോകത്തൊരു കുഞ്ഞും ഇതറിയാൻ പോകുന്നില്ല, അറിയാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായോ? വഴിന്ന് മാറോ. എന്നതാ മച്ചാ പ്രശ്നം? ഇന്നലെ രാത്രി ഇയാൾ കസ്റ്റഡിയിലെടുത്ത എന്റെ അനിയനെ എനിക്ക് വിട്ടുകിട്ടണം. അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യം ഞാൻ എടുത്തോളാം. ഓ, അത്രേ ഉള്ളു കാര്യം. അവനെ തന്നെ ആടോ ഉമ്മച്ച എനിക്കും കിട്ടേണ്ടത്. അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു 4 റൗഡികൾ കൂട്ടുപ്രതികളുമായിട്ട് ഈ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും കേസല്ല, മർഡർ അറ്റംപ്റ്റ്, വധശ്രമം. അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ, അതായത് എന്നെ. അതിനുശേഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റാസ്കൽസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും. അവനെ ഞാൻ പൊക്കും. ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും. കാണണോ അതെനിക്ക്? സോളമ, എന്റെ അനിയന്റെ ജീവൻ കൊണ്ട് താൻ നാടൻ കളിക്കില്ലേ? താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിലെടുക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവന്റെ കൂട്ടുകാർ. സത്യം പറ സോളമ, താൻ അവനെ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അതോ കൊന്നു? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അവനെ താനിനി ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളും. തൽക്കാലം താൻ പോ. എല്ലാവരും പിരിഞ്ഞു പോണം. സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൊണ്ട് നിൽക്കരുത്. പോണം. സോളമ,
ടെന്നീസിനെ കിട്ടിയില്ലെങ്കിൽ ഹേബിയസ് കോർപ്പസും കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങാനൊന്നും ഉമ്മച്ച നിൽക്കത്തില്ല. ഞാനൊന്ന് കൈ പൊക്കിയാണ്ടല്ലോ ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും ടെന്നീസ് എവിടെയുണ്ടെന്ന്. അടിച്ചിറക്കണോ എല്ലാത്തിനെ? ബഹുജന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഒരു പരമ്പരാഗത ഒത്തുതീർപ്പ് ഫോർമുല. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വകുപ്പുതല അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവാകുന്നു. സർവീസിലെ 9ാം വർഷത്തിൽ 14ാമത്തെ സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവും തന്റെ മേലധികാരിയിൽ നിന്ന് വിധേയപൂർവ്വം കൈപ്പറ്റുന്നു സബ് ഇൻസ്പെക്ടർ സോളമൻ. നീ പോ. സ്ഥലം മാറ്റം വാങ്ങിയോ? ജോലി വേണ്ടെന്ന് വെച്ചോ? ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ വീണ്ടും വരും. ദാ ഇവിടെ എന്റെ കാൽക്കീഴിൽ. കൊന്നു കുഴിച്ചിട്ടാലും കത്തിച്ചാമ്പലാക്കിയാലും നിന്റെ കൈകൊണ്ട് എന്നെ മാന്തിയെടുപ്പിക്കും. എന്റെ ടെന്നീസിന്റെ അവശിഷ്ടമെങ്കിലും. ഓർമ്മ വെച്ചോ, ഉമ്മച്ചന പറയുന്നേ. നിന്നെ ഞാൻ വിടില്ലടാ. അതിന്റെ മോനെ. നീ ഒലത്തും. അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്കാം. അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തൊടണമെങ്കിൽ ഉമ്മച്ച നീയൊക്കെ ഇനിയും ജനിക്കണം 36 ജന്മം. ഇത് SP ഓഫീസായിപ്പോയി. ഇല്ലാറിനെ ചവിട്ടി പരുപ്പെടുത്തേനെ ഞാൻ. Bastard. മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊഷരതയിലേക്ക്. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം. പിള്ള കുറെ കാലമായോ ഇവിടെ? ബാലരാമപുരത്ത് നിന്ന് സാറ് പോയതിനു ശേഷം ഒരു 1.5 മാസം കൂടി ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ നേരെ ഇങ്ങോട്ട്. ഒരു 3 കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ. സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാറുണ്ട്. പക്ഷെ ചിറ്റൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പോഴാണ് അറിയുന്നത്. അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ? ഈ പോലീസുകാരന്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ പിള്ളേ. ശരിയാണ് സാർ. രണ്ടു കൊല്ലമായി കാണും റസാഖ് സാർ ഇവിടുന്ന് പോയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് അവർ SI ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് കിട്ടിയതന്നെ ഇന്നലെ വൈകിട്ടാ. ഇല്ലെങ്കിൽ ഒന്ന് തൂത്തു തുടച്ചൊക്കെ വെക്കാമായിരുന്നു. ക്വാർട്ടേഴ്സിന് എന്നാ പറ്റി? ഇപ്പൊ വീഴും നാളെ വീഴുമെന്ന പരുവത്തില് 5 കൊല്ലമായി കിടക്കുന്നു. അറ്റകുറ്റ പണിക്ക് വേണ്ടി ലെറ്റർ കുറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക്. എവിടെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം. അവർ തന്നെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി തരും. അതിനെന്നാത്തിനാടോ പിള്ളേ പോലീസുകാര്? ഏതേലും 2 ജോലിക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചാ പോരെ? ജോലിക്കാരെ എവിടെ കിട്ടാനാണ് സാർ? ഈ ബദിയെടുക്കാവുന്ന സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ. ആണുങ്ങൾ കൂടുതലും ഗൾഫിലാ. ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയുടെ ജോലിക്കാരും. ബദിയെടുക്കൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം. അതാരായി അറക്കൽ? എന്ത് ഹാജി? അബൂബക്കർ ഹാജി. മൂപ്പരി ഏരിയയിൽ ഒരു നാട്ടുരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 10-3000 ഏക്കർ കശുവണ്ടി, പിന്നെ മറ്റു പല ബിസിനസ്സും. ബിസിനസ് എന്ന് പറഞ്ഞാ മെയിൻ സ്മഗ്ലിംഗാ. ഇപ്പൊ കുറവാ. എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ. നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോകാറില്ല.
അതുകൊണ്ട് തട്ടുകേടില്ലാതെ ജീവിച്ചു പോവാം. കേസുകളുടെ എണ്ണം കുറവ്, നമുക്ക് തലവേദനയില്ല. അതുപോലെ അവിടെ ആരാ താമസം? സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ വലിയൊരു അയൽക്കാരൻ. അത് ബാപ്പുട്ടിയുടെ വീടാ. വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി. അയാളുടെ ഭാര്യ ഒരു മോള് മാത്രം അവിടെ താമസം. മോള് ഇവിടുത്തെ ഒരു UP സ്കൂളിലെ ടീച്ചറാ. ഇപ്പോഴീ കാണുന്നത് പോലല്ല. ഒരു 10-20 ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടുത്തെ ഒരു നാട്ടുപ്രമാണി തന്നെ ആയിരുന്നു ഒരു കാലത്ത്. അന്ന് ഈ അബൂബക്കർ ഹാജി വെറും അബൂബക്കറാ. വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പുട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് 4-4.5 കോടി രൂപയുടെ സ്മഗ്ലിംഗ് ഗുഡ്സ് കസ്റ്റംസുകാർ പിടിക്കുന്നത്. കൊഫെ പോസയിൽ അകത്ത് പോയേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോ മൂപ്പരൊരു വിവരക്കേട് ചെയ്തു. സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേർക്ക് എഴുതി വെച്ചു. ബാപ്പുട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവൽ നായെ പോലെ താൻ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചോളാന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി. സംഗതി എന്തായാലും 8-9 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോ അബൂബക്കർ മുതല് തിരിച്ചു കൊടുത്തില്ല. കയ്യിലുണ്ടായിരുന്നതൊക്കെ കേസിനും കൂട്ടത്തിനോട്ട് പോയി. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടപ്പില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞ് മരിച്ചു. ആ ഉമ്മാടെയും മോളുടെ സ്ഥിതി വലിയ കഷ്ട. വീടിപ്പോ ബാങ്കുകാർ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണെന്നാ പറയുന്നത്. Little cock of golden hue, little cock of golden hue, with a shining yellow head, with a shining yellow head, at the music that you make, at the music that you make. Hi, ഇതാരാ? ടീച്ചറുടെ കുഞ്ഞാമ്മനെ എപ്പോ വന്നു? ഇപ്പോ. അതല്ല, മോൾ എറണാകുളത്ത് നിന്ന് എപ്പോ വന്നു എന്നാ ടീച്ചർ ചോദിച്ചത്. ഇന്നലെയാ വന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അവൾക്ക് പറ്റില്ല. ഇന്ന് തന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ. മോളെ കാണാണ്ട് ടീച്ചർ എന്ത് സങ്കടപ്പെട്ടു എന്നറിയോ? ഇപ്പൊ ടീച്ചറിന് സന്തോഷായി. മോൾ ഇനി എവിടെയും പോണ്ട, ദിവസം സ്കൂളിൽ വരണം ടീച്ചറെ കാണാൻ. മോളി ചെല്ലേ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഇനിയും തിരിച്ച് മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ പോണോ? വേണം. 1 മാസം ഇടവിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി. നീ ഒന്നും പേടിക്കാനില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. പഠിച്ചു മാത്രമല്ല, പഠിച്ചതിനേക്കാളും വലിയ കുറെ ആൾക്കാരും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമ്മനാന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരാ ഉണ്ടാവുക? 2 ലക്ഷം ഉറുപ്പിയിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയില്. അതിനും കൂടി ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും എന്റെ മോള്. സാരമില്ല ഐഷാത്ത, ആരും ഇല്ലാത്തവരുടെ കൂടിയാ പഠിച്ചോണ്ടുണ്ടാവുക. ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ. എന്താടാ ബഷീറെ, നീ എവിടെ നിന്ന് ഓടിക്കതിച്ചിട്ട്? ടീച്ചറിനെ പെട്ടെന്ന് പോരേച്ചെല്ലാം പറഞ്ഞ സൈനിത്താത്ത. അവിടെ ബാങ്കിൽ നിന്നാ പറഞ്ഞേ. ഒരാള് വന്നിട്ടുണ്ട്. സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല, ബാപ്പൂട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി. അടുത്ത ബോർഡ് മീറ്റിംഗിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ഞാൻ ശ്രമിക്കാം. ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇപ്പൊ അതിന്റെ ഉള്ളില്? എന്റെ വാപ്പച്ചിന്റെ കുറെ സക്കാത്ത് കണക്കുകളും കാര്യങ്ങളും അല്ലാണ്ടേ. ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതാ ഉമ്മ. വാപ്പച്ച അന്ന് എടുത്ത് 8 ലക്ഷം രൂപയുടെ ലോണാ. ഇപ്പൊ പലിശേന്റെ പലിശയും കൂട്ടി 12,26,000 ഉറുപ്പിയായത്. അടുത്ത 2 ആഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ലെന്നല്ലേ പറഞ്ഞത്. ഇനി 2 ആഴ്ച. പഠിച്ചോ വിചാരിച്ചാ 2 ആഴ്ച വേണ്ട, 2 മിനിറ്റ് മതിയല്ലോ ഉമ്മ കാര്യങ്ങൾ നേരെയാവാൻ. ഞാനിപ്പോ ആലോചിക്കുന്നത് വേറൊരു കാര്യം ഉമ്മ. നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ? അത് വേണ്ട മോളെ. അനക്കറിയാത്തതല്ലോ. ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവഴിയിൽ ഇറങ്ങാനായത്. ഒക്കെ ശരിയാ ഉമ്മ. പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അയാളുടെ അവസ്ഥ എന്താ? എല്ലാം അയാൾ എടുത്തോട്ടെ. വാപ്പച്ച ചതിച്ച് അയാൾ ഉണ്ടാക്കിയതൊക്കെ അതിലെത്രയോ ചെറിയൊരു തുകയുള്ളൂ ഈ 12 ലക്ഷം രൂപ. അത് തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു മനസ്സ് അയാൾക്കുണ്ടായ ഉമ്മ എന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ?
പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ? സൈൻസല്ലേ? ആ, അബൂബക്കർ മുതലാളിയില്ലേ ഇവിടെ? മുതലാളി അല്ല, ഇതാരാ ഇത്? ഇത്താത്ത എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കയറി വരി. പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇത് അന്യന്റെ വീടാ? നദിയ, വാമോളെ, ഒന്ന് കണ്ടിട്ടും മിണ്ടിയിട്ടും കാലം എത്രയായി? വരി. ഒന്ന് വരണമെന്നോ കാണണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല. പറയാൻ ഇത്ര അടുത്ത, എന്നാലെന്താ, ഒരു നൂറുകൂട്ടം കാര്യങ്ങളല്ലേ. അല്ല, ഇത്താത്തയ്ക്കും ഇവൾക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാലോ. ആ, എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും മിണ്ടി ഇരിക്കാമെന്ന് പറഞ്ഞാ അത് തന്നെ ഒരു സന്തോഷമല്ലേ. ഉപ്പ, പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു 11 മണിക്ക്. പോകാടാ, പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗിന് ഇനിയും പോവാം. പക്ഷേ ഇതങ്ങനെയാണോ? ഈ ഒരു സന്തോഷം അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വലിയ വീട്ടിലെ ബാപ്പുട്ടിക്കായും. നീയും ഈ ഇരിക്കുന്ന നദിയമോളും രണ്ടും രണ്ടായിരുന്നില്ല ബാപ്പുട്ടിക്കായ്ക്കും എനക്കും. ആ, ഇരട്ടപ്പെട്ട മക്കളായിരുന്നു. പറയണ്ടാന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ ആലോചിച്ചതാ. പക്ഷേ ഇപ്പൊ തോന്നുന്നു പറയാതിരുന്ന അതാവും വലിയ തെറ്റെന്ന്. ബാപ്പച്ചി മരിക്കുന്നതിന് മുൻപും അതിനുശേഷം ഉണ്ടായതൊക്കെ അറിയാലോ. അത് പോട്ടെ, ഇപ്പൊ പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ. ബാങ്കുകാർ ഇന്നലെയും വന്നിരുന്നു. വാപ്പച്ചിയുടെ ചികിത്സയ്ക്ക് മറ്റും വേണ്ടി എടുത്ത ലോണാണ്. ഇപ്പോ പലിശയടക്കം 12 ലക്ഷത്തിലധികം രൂപയുണ്ടെന്നാ പറഞ്ഞത്. എന്റെ വാപ്പച്ചി മരിച്ചത് ആ വീട്ടിൽ വെച്ചാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട്. ആ വീട് ജപ്തി ചെയ്ത് പോവാന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ അബൂബക്കറെ. അബൂബക്കർ പറഞ്ഞ ആ സ്നേഹം ഓർത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണം. പഴയ കാര്യങ്ങളോ? ഏത് പഴയ കാര്യങ്ങള്? നാട്ടാരങ്ങനെ കഥകൾ പലതും മെനഞ്ഞുണ്ടാക്കിയെന്നുണ്ടാവും. അക്കഥകളൊന്നും ഇപ്പൊ ഇവിടെ വിളമ്പണ്ട. കഷ്ടപ്പാടാണ്, കണ്ണീരാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അറക്കൽ അബൂബക്കർക്ക്. ഇല്ലാത്ത പഴങ്കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ അതിന്റെ മറുപടി ഇങ്ങനെയല്ല പറയുക. ഇല്ല അബൂബക്കറെ, ഞങ്ങൾ അങ്ങനെ. വേണ്ടുമ്മ, ഞാൻ പറയാം. അബൂബക്കർ മുതലാളി, ഞങ്ങൾ വന്നത് പഴങ്കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനല്ല. നിങ്ങളെങ്ങനെ പേടിക്കുന്നുണ്ടാവും. കാരണം ആ പഴങ്കഥ വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ. എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എന്റെ ഉമ്മയും. അത് ചോദിക്കാനും സ്ഥാപിക്കാനും ആണെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം. ഞാനത് ചെയ്യും സമയമാകുമ്പോ. ഉമ്മ വാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോപ്പാ, പടിക്ക് അപ്പുറത്ത് നിർത്തി കാര്യം പറഞ്ഞു വിടാനുള്ളതിന് പകരം വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിച്ച ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം. വഴിന്ന് മാറും. ഇല്ലെങ്കിലോ? എടീ, മര്യാദക്കാണെങ്കിൽ ഒരു ജപ്തിയും വേണ്ടിവരില്ല. ഒരു 12 ലക്ഷം രൂപ ഉണ്ടാവാൻ അറക്കൽ അബൂബക്കർ ഹാജിയൊന്നും വേണ്ട. അയാളുടെ മോൻ വിചാരിച്ചാലും മതി. പക്ഷെ അതിന് ആണുങ്ങളെ ആണുങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം. ആണുങ്ങളോ? വഴിയിലൂടെ പോകുന്ന 2 പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ്? അതോ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നവനെ പോലും ചതിക്കാൻ പഠിക്കാത്ത നിന്റെ ബാപ്പ അബൂബക്കർ മുതലാളിയോ? നിനക്ക് കാണണോ? ആണുങ്ങൾ ആരാണെന്ന് നിനക്ക് കാണോടി? വിടടാ അവളെ. എന്റെ മോടെ കയ്യിൽ നിന്ന് വിടാൻ.
ഒരുപാട് ചിലച്ചാലുണ്ടല്ലോ, വെട്ടിയെറിഞ്ഞ് കടപ്പുറത്തെ കാക്കകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര. മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തുകൊണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാ. ഇല്ല സാർ, ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിങ്ങനെ വിട്ടാ ഏത് റൗഡിക്ക് നാളെ ഈ നാട്ടിലെ ഏത് പെണ്ണിനും കയറി പിടിക്കാം, ഏത് വീട്ടിലും ഏത് അസമയത്തും കയറി ചെല്ലാം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ. എനിക്ക് പുതിയ SI ഒന്ന് കാണണം. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഞാനാണ് പുതിയ SI. എന്ത് പരാതിയാണേലും എന്നോട് പറയാം. അകത്തിരിക്കാം എന്റെ മുറിയില്. പിള്ളേ സർ, ആ കംപ്ലൈന്റ് എന്റെ മുറിയിൽ എത്തിച്ചേക്കാം. അറയ്ക്കൽ അബൂബക്കർ ഹാജി മകൻ ഷെറീഫ്. അവനെ ഞാൻ പൊക്കിക്കോളാം. അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി. പക്ഷെ അത് മാത്രം പോരല്ലോ, ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസോടെ നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണ്ടേ? പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സാർ. സ്വന്തം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. അതെങ്കിലും ഒന്ന് ഒഴിവാക്കാനായ ഇതിനൊരു വഴി കാണിച്ചു തന്ന പടച്ചോൻ അനുഗ്രഹിക്കും എന്റെ കുട്ടിയെ. പോലീസിനെ ഏൽപ്പിച്ച പണി പോലീസും പടച്ചോന്റെ പണി പടച്ചോനും ചെയ്യട്ടെ. എന്നാ ഉമ്മേമോളും ചെല്ല്, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിച്ചോളാം. എന്താടോ ഹബീബെ, പുരേന്റെ മുമ്പിൽ ഒരു പോലീസ് കാവല്? വല്ല സെർച്ചോ റെയ്ഡോ എന്തെങ്കിലും ആണോ? ഏയ് അതല്ല, സ്റ്റേഷനിൽ പുതിയ SI ചാർജ് എടുത്തിട്ട് ഇപ്പോ 3-4 ദിവസമായി. ഞാനും കേട്ടു. തെക്കനാ അല്ലേ? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? സോളമൻ ജോസഫ്. സമയം കിട്ടുമ്പോ ഒന്നിങ്ങോട്ട് കൂട്ടിക്കോ, ഒന്ന് പരിചയമായിക്കോട്ടെ. കൊണ്ടുവരാം. പക്ഷെ ഇപ്പോ സോളമൻ സാറ് പറഞ്ഞത് ഞാൻ മുതലാളിയോട് പറയുന്നതേ ഉള്ളൂ, ഒന്ന് സ്റ്റേഷൻ വരെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു. മുതലാളി സൗകര്യം പോലെ ഒന്നാവഴി വന്നാ മതി, എന്റെ കൂടെ ഇപ്പൊ വരണമെന്നില്ല. എടോ, കാര്യം എന്തായാലും എനിക്കിപ്പോ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് കാണണം, ഒരു ചെക്കപ്പ്. ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫെ? ഒന്ന് അതുവരെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ. ഞാൻ വന്നേക്കാം. വരണം മിസ്റ്റർ അബൂബക്കർ ഹാജി. ആളിത്ര എങ്ങായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇരിക്കണം. ഞാൻ അബൂബക്കർ ഹാജി അല്ല, ഷെരീഫാണ്. അബൂബക്കർ ഹാജിയുടെ മോൻ. മോന്? അതെന്നാ പണിയാ? മോനെ അല്ല അപ്പനെ വിളിക്കാനാണല്ലോ ഞാൻ ആളെ അയച്ചത്. പിള്ളേ, ഉപ്പാക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ അയച്ചത്. അതെന്നാ പരിപാടിയാ? അപ്പന് പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചാ എങ്ങനെയാ ശരിയാകുന്നത്? ഈടോ, പള്ളിയറയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പ കിടക്കേണ്ടടുത്ത് വാപ്പ തന്നെ കിടക്കണം. മോൻ കിടന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് താൻ ചെല്ല്, എന്നിട്ട് അങ്ങേരോട് ഇങ്ങ് വരാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. കാര്യം എന്താന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. ഇയാൾക്ക് ഈ ഏരിയ വലിയ പരിചയമില്ലാഞ്ഞിട്ടാ. പിള്ള സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻ ഷെരീഫ്. 5-8 ബോഡി ഗാർഡുകളെ ചുറ്റും നിൽക്കാനുണ്ടെങ്കിൽ റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈ കയറി പിടിക്കാൻ മാത്രം ചങ്കറപ്പുള്ള ധീരൻ. അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ പോ, എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ, അറയ്ക്കൽ അബൂബക്കർ ഹാജി അല്ല, ചത്തുപോയ അയാളുടെ വാപ്പയും വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും. സോളമൻ വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. മോൻ ചെല്ല്.